ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ പ്ലാന്റ് വെച്ച് മനോഹരമാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് നിർമ്മിക്കാൻ പോവുകയാണ്. വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ പീസാണ്. മരപ്പണിയൊക്കെ ചെയ്യുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പീസ് വാങ്ങിക്കാൻ കിട്ടും. മിക്കവാറും ക്യാഷൊന്നും കൊടുക്കേണ്ടി വരില്ല, കാരണം അവർ വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ഭാഗമാണിത്. ഇതിലിപ്പോൾ 4 സൈഡിൽ 2 സൈഡ് നല്ല മിനുസുള്ളതും 2 സൈഡ് റഫുമാണ്. ബാക്ക് സൈഡ് റഫായി നിന്നോട്ടെ. സൈഡിൽ നമുക്കൊന്ന് മിനുസാക്കാൻ വേണ്ടി ഇതുപോലത്തെ ചിപ്ലി വലിക്കുന്ന ടൂള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് വളരെ ചെറുതാണ്, റേറ്റും വളരെ കുറവാണ്. ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തന്നെ റഫായിട്ടുള്ള ഈ ഒരു സർഫസിനെ നിങ്ങൾക്ക് ഇതേപോലെ സ്മൂത്താക്കി എടുക്കാൻ പറ്റുന്നതാണ്. കടയിൽ നിന്നും മരത്തിൻ്റെ പീസ് വാങ്ങിക്കുന്ന ടൈമിൽ 3 സൈഡും സ്മൂത്ത് ആയിട്ടുള്ള പീസ് നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. കണ്ടോ, ഈ സൈഡ് കൂടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. വലിയ സ്കില്ലിനൊന്നും ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും സിമ്പിളായി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ റഫുള്ളൂ, അത് കുഴപ്പമില്ല, കാരണം ചുമരിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഭാഗമാണ്. ബാക്കിയുള്ള 3 സൈഡ് നമുക്ക് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യമുള്ള അളവിൽ നമുക്ക് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ 12.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അളവൊന്നും അങ്ങനെ നോക്കണമെന്നില്ല, വലിപ്പം അനുസരിച്ചുകൊണ്ട് നമുക്കിത് അളവ് തീരുമാനിക്കാം. ഇതുപോലുള്ള ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പെർപെൻഡിക്കുലറായി നിങ്ങൾക്ക് ലൈന് വരക്കാം. പക്ഷേ ചെറിയൊരു പീസ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല, നിങ്ങൾക്ക് സ്കെയിൽ ലൈൻ ഉപയോഗിച്ചാൽ മതി. ഇതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് 12.5 മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള ആക്സോ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇതല്ലെങ്കിൽ കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യാം. പവർ ടൂൾസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സേഫ്റ്റി ഗ്ലാസ് മസ്റ്റായും ഉപയോഗിക്കുക. നമ്മുടെ പീസുകളൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചേർത്ത് വെക്കണം. വീട്ടിൽ മാർബിളോ ടൈൽസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ജോയിന്റ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായി അലൈൻമെന്റ് ചെയ്തെടുക്കാം. ഒരേ ഗ്യാപ്പിൽ പീസുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക. നമ്മളിപ്പോൾ ഒന്നാമത്തെ പീസ് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ പീസ് നമുക്ക് വെക്കണം. അതിനിടയിലുള്ള ഗ്യാപ്പ് ഈക്വലായി കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് കൂടി, ഇതിനിടയിൽ ഒരു പീസ് കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫിക്സ് ചെയ്യേണ്ട രണ്ടാമത്തെ പീസ് വെച്ചു. എന്നിട്ട് നടുവിലുള്ള പീസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള 2 സൈഡുകളിലും ഒരേ അളവിൽ ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ പീസുകൾ വെച്ച് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മരത്തിന്റെ പീസോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്താം. ഇതുപോലെ വളരെ ചെറിയ ആണിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മരം ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഫെവിക്കോളാണിത്. ഫെവിക്കോളും ആണിയും കൂടി ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജോയിന്റ് സ്ട്രോങ് ആവുള്ളൂ. ഇതുപോലെ നമുക്ക് 2 സൈഡിലും ഫെവിക്കോൾ ആദ്യം അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആണി അടിക്കാം. ആണി അടിക്കുമ്പോൾ കയ്യിലേക്ക് ചുറ്റിക വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വളരെ പതുക്കെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷേപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് പോളിഷ് ചെയ്യാം. ചുമരിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം നമുക്ക് ഇതേപോലുള്ളൊരു മണി പ്ലാന്റ് കൂടി വെർട്ടിക്കൽ ഗാർഡൻ പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. വീടിനകത്ത് വെക്കുന്ന ചെടികൾക്ക് ഡെയിലി നനയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സെൽഫ് വാട്ടറിംഗ് ടൈപ്പ് ഫ്ലവർ പോട്ടുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത്തരം ഫ്ലവർ പോട്ടുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം.